എല്ലാ എംപ്ലോയ്മെൻറ്റ് മേഖലകളും അതൊരു പ്ലംബർ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ അയാൾക്ക് ആ പണി അറിയാമെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഇനി അയാൾക്ക് അവിടെ ജോലി സാധ്യതയുള്ളൂ. ആ രീതിയിലേക്ക് മാറ്റി ഓരോന്നിനും കൗൺസിലുകൾ കൊണ്ടുവന്നു. ഈ എംപ്ലോയീസ് എല്ലാം ഈ എഞ്ചിനീയറിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള റൂൾ കൊണ്ടുവന്നു. ഒരു ഷെഫിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലംബർ ആണെങ്കിൽ ഇയാൾക്ക് പ്ലംബിങ് അറിയാമെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളും പല കോഴ്സ് കഴിഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഇവരൊന്നും ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അത്ര ബോധവാന്മാരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഇപ്പോൾ ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് വരുന്ന പിള്ളേർ കുറേ കൂടെ ബോധവാന്മാരാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയ കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ ജെൻസി ഇതെല്ലാം ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ തൊട്ട മേലുള്ള കാറ്റഗറി ഇല്ലേ, അവരാണ് ശരിക്കും സർട്ടിഫിക്കേഷൻ വളരെ സൗദിയിലുള്ള ജോലി സാധ്യതകൾക്ക് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം സർട്ടിഫൈഡ് കിട്ടാവുന്നിടത്തോളം സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ച് വരിക. നേരത്തെ വന്ന മാതിരി കയ്യും വീശി വന്നാൽ ഇനി സൗദിയിൽ ജോലിയില്ല. പണി അറിയാവുന്ന ആളുകൾക്ക് ഒരുപാട് മേഖലയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നല്ല ഫ്രീഡത്തോടു കൂടി ഒരുപാട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും. ഇപ്പോൾ റിയാദിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബോളിവുഡ് സിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വലിയ എൻ്റർടൈൻമെൻറ്റ് മേഖലകൾ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും ജോലി ഓപ്പർച്യൂണിറ്റീസും ജോലി അറിയാവുന്ന ആളുകൾക്കുണ്ട്. അല്ലാതെ വെറും കൈയോടെ വരുന്ന ആളുകൾക്കാണ് ചാൻസ് കുറവുള്ളത്.